ആദ്യം പഠിക്കാനുള്ള ആൽക്കെയിൻസിനെ കുറിച്ചാണ്. ഓക്കെ, ആൽക്കെയിൻസ് പഠിക്കണ മുമ്പ് ഒരു കാര്യം അറിയണം. ഒരു കാർബൺ ആണെങ്കിൽ, ഒരു കാർബൺ ഉള്ളെങ്കിൽ, കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു കാർബൺ ഉള്ളെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? മെത്ത് എന്ന് പേരിടും. ഓക്കെ, 2 കാർബൺ ആണെങ്കിൽ എന്തെന്ന് പറയും? എത്ത്. 3 കാർബൺ ആണെങ്കിൽ എന്ത്? പ്രൊപ്പ്. 4 ആണെങ്കിൽ ബ്യൂട്ട്. 5 ആണെങ്കിൽ എന്താ? പെന്റ്. 6 ആണെങ്കിൽ ഹെക്സ്. 7 ആണെങ്കിൽ എന്താ? ഹെപ്റ്റ്. 8 ആണെങ്കിൽ ഒക്റ്റ്. 9 ആണെങ്കിൽ എന്ത്? നണ്ണ്. 10 ആണെങ്കിൽ എന്താ? ഡെക്ക്. ഓക്കെ, ഇതെങ്ങനെയാണ് കാർബൺ എണ്ണം അനുസരിച്ച് എന്ത് ചെയ്യുക? പേര് കൊടുക്കണത്. ഓക്കെ, കോമ്പൗണ്ട്സിൻ്റെ അകത്ത് കാർബൺ എണ്ണം ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പം ഇത് നോക്കിയേ, ഇവിടെ ഒരു കാർബൺ ഉള്ളൂ അല്ലേ? ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ 2 കാർബൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പേരിടുമ്പോൾ എന്ത് ചെയ്യണം? ആ പേരാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ആൽക്കെയിൻസിലേക്ക് വന്നാൽ സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ ഇടയിൽ എന്തായിരിക്കണം? സിംഗിൾ ബോണ്ട് ആയിരിക്കണം. ഓക്കെ, കാർബണിൻ്റെ ഇടയിൽ എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. സിംഗിൾ ബോണ്ടുള്ള ആൽക്കെയിൻസ് അല്ലേ? കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടുള്ള ആൽക്കെയിൻസിന്, സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ആൽക്കെയിൻസ് എന്ന് വിളിക്കണം. ഓക്കെ, ഇനി ഫസ്റ്റത്തെ ഒരു ആൽക്കെയിൻ നോക്കിയേ, ഇതൊരു സ്ട്രക്ചറൽ ഫോർമുലയാണ്. ഓക്കെ, സ്ട്രക്ചർ വരച്ചേക്കണാണ്. ഒരു കാർബണിന്റെ ചുറ്റിനും എത്ര ബോണ്ട് വേണമെന്നാ പറഞ്ഞ? ഒരു കാർബണിന് ചുറ്റിനും എത്ര ബോണ്ട്? 4 ബോണ്ട് അല്ലേ? ഒരു ഹൈഡ്രജന്റെ ചുറ്റിനും എത്ര ബോണ്ട്? 1 ബോണ്ട് അല്ലേ? എല്ലാ ഹൈഡ്രജന്റെ ചുറ്റിനും 1 ബോണ്ട് അല്ലേ? ഒരു കാർബണിന്റെ ചുറ്റിനും എത്ര ബോണ്ട് ഉണ്ട്? 4 ബോണ്ടും. ഒരു ഹൈഡ്രജൻ എടുത്താൽ ചുറ്റിനും എത്ര ബോണ്ട്? 1 ബോണ്ടും. ഓക്കെ, ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതും? ഈ പറഞ്ഞ അല്ലേ, ഒരു കാർബണും ചുറ്റിനും എത്ര ഹൈഡ്രജനും? 4 ഹൈഡ്രജനുള്ള ഒരു കോമ്പൗണ്ട്, ഒരു ഹൈഡ്രോ കാർബൺ. ഇതിന്റെ എന്ത് ചെയ്യണം? കണ്ടൻസ്ഡ് ഫോർമുല എഴുതണം. ഇനി ഇവിടെ എല്ലാം കാണാൻ പറ്റുമോ? സിംഗിൾ ബോണ്ട് അല്ലേ? ഡബിൾ ബോണ്ടാ ട്രിപ്പിൾ ബോണ്ടാ എല്ലാം കാണണ്ട? ഇല്ല. അതുകൊണ്ടാണ് ഇത് എന്തിൻ്റെ അകത്ത് വന്നത്? ആൽക്കെയിൻസിൻ്റെ അകത്ത് തന്നെ അല്ലേ? ആൽക്കെയിൻസിൻ്റെ അകത്ത് തന്നെ ഒരു കോമ്പൗണ്ട് ആണെന്ന് തന്നിരിക്കണം. ഓക്കെ, ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതണം. എന്താ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ? കാർബണിന്റെ ചുറ്റിനും എത്ര ഹൈഡ്രജൻ ഉണ്ട്? കാർബണിന്റെ എണ്ണവും എഴുതണം. പിന്നെ എന്ത് എഴുതണം? അതിന്റെ ചുറ്റിനും എത്ര ഹൈഡ്രജൻ അല്ലെ? ഒരു കാർബണല്ലേ ഉള്ള, ചുറ്റിനും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. അതാണ് എന്ത് പറയുന്നത്? കണ്ടൻസ്ഡ് ഫോർമുല. ഓക്കെ, ഓരോ കാർബണിന്റെ ചുറ്റിനും എത്ര ഹൈഡ്രജൻ ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യുക? എണ്ണം എഴുതാം. ഓക്കെ, ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ടോട്ടൽ കാർബൺ എണ്ണവും എന്താ? ടോട്ടൽ ഹൈഡ്രജൻ എണ്ണം. ഇപ്പോൾ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? ടോട്ടൽ ഒരു കാർബണും ചുറ്റിനും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജനും. ഇതാണ് ഇവിടുത്തെ കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലാർ ഫോർമുല എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇവിടുത്തെ കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലാർ ഫോർമുല എന്താണ്? സെയിം ആണ്. ഇനി IUPAC നെയിം എന്താ? IUPAC എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് അല്ലേ? ഒരു കോമ്പൗണ്ടിന് പേരുണ്ടാവുമല്ലോ. ഒരു കാർബണും 4 ഹൈഡ്രജനും അടങ്ങിയ ഒരു കോമ്പൗണ്ട് അടങ്ങിയ ഒരു ഹൈഡ്രോ കാർബൺ, അതിനെന്തുണ്ടാവും? പേരുണ്ടാവും. ഈ IUPACന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാവോ? എന്താ? ഇന്റർനാഷണൽ യൂണിയൻ പ്യുവർ ആൻഡ് എന്താണ്? അപ്ലൈഡ് കെമിസ്ട്രി. ഇതാണ് എന്ത്? IUPACന്റെ എന്ത് ഫുൾ ഫോം എന്ന് പറയുന്നത്. IUPAC നെയിം എങ്ങനെ എഴുതും? എത്ര കാർബൺ ഉണ്ട് ഇവിടെ? എത്ര കാർബൺ ഉണ്ട്? എത്ര കാർബൺ? ഒരു കാർബൺ ആണെങ്കിൽ പേരെന്താണെന്ന്? മെത്ത്. അപ്പൊ എന്ത് എഴുതാം? ആദ്യം മെത്ത് എന്ന് എഴുതാം അല്ലേ? ഒരു കാർബൺ ആണെങ്കിൽ എന്താ പേര് കൊടുക്കണ്ട? മെത്ത്. ഇനി ഇതൊരു ആൽക്കീൻ അല്ലേ? സിംഗിൾ ബോണ്ട് അല്ലേ? എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവസാനം എഴുതേണ്ട വാക്ക് എന്തായിരിക്കണം? അതിന് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത് അല്ലേ? എന്തായിരിക്കണം സഫിക്സ്? എന്തായിരിക്കണം എടുത്താ? ANE അല്ലേ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവസാനം നമ്മൾ എന്താ ആഡ് ചെയ്യണം? ANE എന്ന് ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ എന്റെ IUPAC നെയിം എന്താ? ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം അല്ലെ? CH4 വിളിക്കുന്ന പേരെന്താ? മീഥെയ്ൻ. ഓക്കെ, മീഥെയ്ൻ എന്നാണ് എന്ത് ചെയ്യണം? CH4 വിളിക്കുന്ന പേര്. ഇനി രണ്ടാമത് നോക്കി, രണ്ടാമത് പറയുമ്പോൾ കുറച്ചും കൂടി എന്താവും? ക്ലിയർ ആവും. ഇവിടെ നോക്കി, ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല എന്നേക്കണത്. രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. ഒരു കാർബണിന് ചുറ്റിനും എത്ര ബോണ്ട്? ഒരു കാർബണിന് ചുറ്റിനും എത്ര ബോണ്ട്? 4 ബോണ്ട്. ഒരു ഹൈഡ്രജന്റെ ചുറ്റിനും എല്ലാത്തിലും 1 ബോണ്ടല്ലേ ഉള്ളൂ. ഇതുപോലെ 2 കാർബൺ ഉണ്ട്. ഈ കാർബൺ എടുത്താലും ചുറ്റിനും എത്ര ബോണ്ട്? 4 ബോണ്ട്. ഓക്കെ, ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതണം. എന്താ കണ്ടൻസ്ഡ് ഫോർമുല? ഒരു കാർബണിന്റെ ചുറ്റിനുള്ള ഹൈഡ്രജൻ എണ്ണം വെച്ച് ചെയ്താൽ അല്ലേ? ഇവിടെ ഫസ്റ്റത്തെ കാർബണിന് ചുറ്റിനും എത്ര ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഈ കാർബണിന് ചുറ്റിനും എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജൻ. ഈ ഫസ്റ്റത്തെ കാർബണിന് ചുറ്റിനും 3 ഹൈഡ്രജൻ. ഇനി ഇതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? സിംഗിൾ ബോണ്ട് ഇല്ലേ? ആ സിംഗിൾ ബോണ്ട് എഴുതാം അല്ലേ? ഫസ്റ്റത്തെ കാർബൺ എടുക്കുക, അതിന്റെ ചുറ്റിനും എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജൻ. ഇനി അതിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ഉണ്ടല്ലോ. കാർബണിന്റെ ഇടയിൽ എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ട്. ഇനി രണ്ടാമത്തെ കാർബണിന്റെ ഇടയിൽ എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജൻ. ഇതാണ് കണ്ടൻസ് ഫോർമുല. മനസ്സിലായല്ലോ അല്ലേ? എന്താ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് മനസ്സിലായല്ലോ? ഇവിടെ കണ്ടൻസ്ഡ് ഫോർമുല മോളിക്കുലാർ ഫോർമുല സെയിം ആയിരുന്നു. പക്ഷെ ഇപ്പുറത്ത് വരുമ്പോൾ നോക്കി, എന്താ കണ്ടൻസ്ഡ് ഫോർമുല? ഓരോ കാർബണിന്റെയും ചുറ്റിനുള്ള
ചുറ്റിലുള്ള ഹൈഡ്രജന്റെ എണ്ണം. ഇനി കാർബന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആ സിംഗിൾ ബോണ്ട് എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. ഇനി മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്താ? മൊത്തം കാർബന്റെ എണ്ണം മൊത്തം ഹൈഡ്രജന്റെ എണ്ണം. മൊത്തം ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബണും ടോട്ടൽ എത്ര ഹൈഡ്രജൻ? 6 ഹൈഡ്രജൻ അല്ലെ. മൊത്തം 2 കാർബണും മൊത്തം 6 ഹൈഡ്രജനും. ഇതാണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. ക്ലിയർ ആയല്ലോ അല്ലേ? ഇതിന്റെ മോളിക്കുലാർ ഫോർമുല, കണ്ടൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഓരോരോ കാർബണിന്റെ ചുറ്റിനുള്ള ഹൈഡ്രജൻ എണ്ണം എഴുതാം. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്, ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ടോട്ടൽ എത്ര കാർബൺ? 2 കാർബൺ 6 ഹൈഡ്രജനും. ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും? എത്ര കാർബൺ ഉണ്ട് ഈ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത്? എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. 2 കാർബൺ ആണെങ്കിൽ പേരെന്താ അവിടെ കണ്ട? എത്ത്. 2 കാർബൺ ആണെങ്കിൽ പേരെന്തായിരിക്കണം? എത്ത് എന്നായിരിക്കണം. ഇനി കാർബന്റെ ഇടയിൽ എന്ത് ബോണ്ട് അവിടെ? ഇവിടെ മൊത്തം സിംഗിൾ ബോണ്ട് അല്ലേ കാണാൻ പറ്റുന്ന? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കാണാനുണ്ടോ? ഇല്ല. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവസാനം എന്താ ആഡ് ചെയ്യണം? ഇനി ആഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ പേരെന്താ? ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താ? ഈഥെയ്ൻ. അടുത്ത എക്സാമ്പിള്, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. ബാക്കി ബോണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാമല്ലോ. ഈ കാർബണിന് ചുറ്റിനും ഒരു ബോണ്ട്, ബാക്കി 3 ബോണ്ട്. ഇവിടെ 2 ബോണ്ട് അല്ലേ ചുറ്റിനുള്ളൂ. ബാക്കി എത്ര ബോണ്ട്? 2 എണ്ണം വേണം. ഇവിടെ 2 എണ്ണം ഉള്ളു. ബാക്കി ഇവിടെ ബാക്കി എത്ര? 3 എണ്ണം അല്ലേ? ബോണ്ടിന്റെ അറ്റത്തൊക്കെ എന്ത് ഫില്ല് ചെയ്യാ? ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. ബോണ്ടിന്റെ അറ്റമൊക്കെ ഹൈഡ്രജൻ. ഓക്കെ, ബോണ്ടിന്റെ അറ്റത്തൊക്കെ എന്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് ഫോർമുല പറഞ്ഞേ. ഫസ്റ്റ് കാർബൺ ചുറ്റിന് എത്ര ഹൈഡ്രജൻ? CH3 സിംഗിൾ ബോണ്ട് അല്ലേ? രണ്ടാമത്തെ കാർബൺ ചുറ്റിനും CH2 സിംഗിൾ ബോണ്ട്. അടുത്ത മൂന്നാമത്തെ സിംഗിൾ ബോണ്ട്, ലാസ്റ്റ് കാർബൺ CH3. ഓക്കെ, മോളിക്കുലാർ ഫോർമുല. ടോട്ടൽ എത്ര കാർബൺ? C4H10 അല്ലേ? C4H10. IUPAC നെയിം എത്ര കാർബൺ? 4 കാർബൺ. 4 കാർബൺ ആಗಿ പേരെന്താ? ബ്യൂട്ട്. ലാസ്റ്റ് എന്തായിരിക്കണം? സഫിക്സ് എന്തായിരിക്കണം? ഇതെല്ലാം ആൽക്കൈൻ അല്ലേ? ആൽക്കൈൻ ആണെങ്കിൽ സഫിക്സ് എന്തായിരിക്കണം? നീ അല്ലേ? ആൽക്കൈൻ ആണെങ്കിൽ സഫിക്സ് എന്താ? നീ.